ഇന്നത്തെ എൻ്റെ കേക്ക് ഡെലിവറി ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായ സുജാ മിസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കാനായിരുന്നു. മിസ്സിൻ്റെ മോൻ തന്ന ഒരു ഓർഡർ ആയിരുന്നു അത്. മോൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാഴ്ച മുന്നേ വിളിച്ച് മമ്മിയുടെ ബർത്ത്ഡേ ആണ്, മിസ് ഒരു കേക്ക് കൊടുക്കണം എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കേക്കൊക്കെ റെഡിയാക്കി. അവർ തന്നെ മോഡൽ എനിക്ക് സെലക്ട് ചെയ്ത് തന്നിരുന്നു. കേക്ക് റെഡിയാക്കി ഞാൻ ചെല്ലുന്ന വിവരം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞു. എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത സാറ് തന്നെയാണ്. അപ്പോൾ സാറ് എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി അന്നൊരു ഹോളിഡേ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളും ആ സ്കൂളിലുണ്ടായിരുന്നേനെ, കാണാൻ പറ്റിയേനെ. അത് എനിക്കൊരു ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. എന്തായാലും എന്നെ കണ്ടപ്പോഴേ സുജാ മിസ് ആകെ വണ്ടടിച്ച്. എനിക്കറിയില്ല, ഞാൻ ഇതുപോലൊരു സർപ്രൈസ് കേക്ക് ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം കേക്കിലെല്ലാം നോക്കി. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും പിന്നെ മിസ്സിൻ്റെ മരുമോളാകാൻ പോകുന്ന കുട്ടിയുടെയൊക്കെ പേര് മുകളിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം വായിച്ച് കഴിഞ്ഞിട്ടുള്ള മിസ്സിൻ്റെ മുഖത്തെ ആ എക്സ്പ്രഷൻ ഒന്നും പറയണ്ട. ശരിക്കും എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബർത്ത്ഡേ കഴിഞ്ഞു പോയെങ്കിലും ഈ ഒരു ബർത്ത്ഡേ ഞാൻ എൻ്റെ ജന്മത്ത് മറക്കില്ല. അത്രയും എനിക്ക് സർപ്രൈസ് ആയി പോയിട്ടുണ്ട്. ഈ സർപ്രൈസ് അന്ന് മഞ്ജുവിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് കുറേ സമയം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു.